ഹായ് വെൽക്കം ബാക്ക് ടു നോട്ടിഫൈ മീഡിയ. ബബ്ബ ഭയം ഭക്തി ബഹുമാനം. ദിലീപ് സ്റ്റാറിങ് ദിലീപേട്ടനാണ് ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയിൽ. അതുപോലെ ഇതിൽ ലാലേട്ടൻ ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറുടെ പേര് ധനഞ്ജയ് ശങ്കർ, ഒരു ഡബ്ല്യു ഡയറക്ടറാണ്. പക്ഷേ ഡബ്ല്യു ഡയറക്ടർ ആണെങ്കിൽ കൂടി ഇത്രയും വലിയൊരു ഹെവി ബഡ്ജറ്റിൽ ലാലേട്ടനെ പോലെയും അതേപോലെ ദിലീപേട്ടനെ പോലെ ഇതിൽ ഒരുപാട് വലിയ വലിയ സ്റ്റാർസ് വരുന്നുണ്ട്. അത്യാവശ്യം റേഞ്ചുള്ള സ്റ്റാർസൊക്കെ ഒന്ന് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് പ്രൊജക്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നത് മീൻസ് നമ്മൾ ആദ്യമായിട്ട് ഭയങ്കര ബോറായിപ്പോയി ആദ്യമായിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ വരുത്താതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ധനഞ്ജയ് ശങ്കർ. പിന്നെ എൻ്റെ റൈറ്റർ ഫഹീം ഷഫർ ആൻഡ് നൂറിൻ ഷെരീഫ്. നമ്മളെ നൂറിൻ അറിയായിരിക്കും, ആക്ട്രസ്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും പിന്നെ ഡയലോഗ്സും ഇതും മൂന്നും വരെയാണ് എഴുതിയിട്ടുള്ളത്. ഗുഡ് വൺ, നൈസ് വൺ. പിന്നെ ഇതിൽ നമ്മളെ ഗോപാലകൃഷ്ണൻ അമ്പരാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മുമ്പ് ഇതിലൊരു ചെറിയൊരു ക്യാമിയോ റോള് വലിയ പരിപാടി ഇതിൽ ചെയ്തിട്ടുണ്ട്. പാട്ടിലും ഉണ്ട്. അതല്ലാതെ ഒരു ചെറിയ റോള് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ സിനിമയെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പടം തുടങ്ങുമ്പോഴേ ഇത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ട്രെയിലറിലും ഇത് സിനിമ അനൗൺസ് ചെയ്തതും ടോട്ടലി പറയുന്നത് തന്നെ നോ ലോജിക് എന്നാണ്. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ലോജിക്ക് നോക്കാതെ പോയി കാണേണ്ട സിനിമയാണ്. ഒരു ലോജിക്ക്, ഒരു പരിപാടി അങ്ങനത്തെ ഒന്നും നോക്കാതെ ഒരു പ്രാന്തൻ സിനിമയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഇത് എന്താണ് ലോജിക്ക് എന്ന് ഒരിക്കലും ഒരാൾ ചോദിക്കും. കാരണം ഇത് ലോജിക്ക് ഇല്ലാത്തൊരു സിനിമയാണ്. മീൻസ് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ തന്നെ പറയുന്നത് ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി, അതായത് തലച്ചോറെടുത്ത് പുറത്ത് വെച്ചിട്ട് പോയി കാണേണ്ട സിനിമയാണത്. അതായത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ട സിനിമ. സോ ആ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇതിൻ്റെ ലാലേട്ടൻ വരുമ്പോൾ ഒരു സാധനമുണ്ട്, ഒരു ഹൈ പോയിന്റ്. അതുപോലെ തന്നെ വിജയുടെ റെഫറൻസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വിജയുടെ ഒരുപാട് ഞാൻ പറയുന്നില്ല, ഒരുപാട് പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായി പോകും. പക്ഷെ വിജയുടെ റെഫറൻസ് അത്ര അധികമല്ലാത്ത റെഫറൻസ്, ഒരുപാട് വിജയനെ കുത്തിക്കയറ്റാതെ ഒരുപാട് ഇല്ലാതാനും അത്യാവശ്യം ഉണ്ടോ അതും ഇല്ല, അങ്ങനത്തെ രീതിയിലായിപ്പോയി എന്ന് എനിക്ക് തോന്നി പേഴ്സണലി. പക്ഷെ കുറച്ചുകൂടി വിജയിന്റെ സാധനം കൊണ്ടുവരാമായിരുന്നു. പക്ഷെ എന്നാലും ഏകദേശം കുറെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദിലീപേട്ടന്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഇൻട്രോ പരിപാടിയും ലാലേട്ടൻ്റെ ഒരു സ്റ്റൈലും പരിപാടിയൊക്കെ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ലാലേട്ടൻ കുറച്ച് സിനിമകളിലോട്ടൊക്കെ കാറ് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാറുകളും അതിൽ നമുക്ക് കാണാം. പല സിനിമകളുടേതായ കാറുകൾ, ഒരു കാർ കളക്ഷൻ പോലെ നമുക്ക് കാണിക്കുന്ന സീനുകളൊക്കെ, അതൊക്കെ അടിപൊളി സീനായിരുന്നു. ഇനി സിനിമ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഒരു പക്ക ആ ഒരു പഴയ തട്ടിപ്പൊട്ടിയുള്ള അങ്ങനത്തെ സ്റ്റാപ്സ്റ്റിക് കോമഡി ടൈപ്പ് അല്ലാതെ അത്യാവശ്യം ഒരു ഭ്രാന്തൻ തന്നെയാണ് ദിലീപ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു സിനിമ. ലാലേട്ടനും മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ അവിടെ പോയിരുന്ന് കാണാം. അപ്പോഴേ നമുക്കത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു സിനിമ. എനിക്ക് ആ ഒരു പ്രശ്നമായിട്ട് തോന്നി, അതിൻ്റെ എഡിറ്റിംഗ് ചെറുതായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. എഡിറ്റിംഗ് പരിപാടി പ്രോസസ്സ് അത് ബാക്കിയൊക്കെ കിട്ടില്ലായിരുന്നു. ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പോയിരുന്ന് കാണേണ്ട സിനിമയാണ്. ഇതിന് സെക്കൻഡ് പാർട്ട് പോലത്തെ ഒരു പരിപാടിയൊക്കെ ഞാൻ പറയില്ല, തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ സിനിമയുടെ അതേപോലെ മ്യൂസിക് ചില ഭാഗത്തൊക്കെ ബീജം അടിപൊളിയായിരുന്നു, ചില ഭാഗത്ത് ബീജം കുറഞ്ഞ പോലെ ഒരു ഫീൽ തോന്നി. ബട്ട് എന്നാലും രസമുണ്ട് പടം. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം, മസ്റ്റ് വാച്ചിങ് തിയേറ്റർ. കാരണം തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഈ പടമൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പോൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണും. ഫോണിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറയാം. നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി, ആറാട്ട് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടിട്ടില്ലേ നമ്മളെ ഇതിന് മുന്നിലുള്ള റെഫറൻസുകൾ വെച്ചിട്ടുള്ള അങ്ങനത്തെ ആ ഒരു പരിപാടി. അപ്പോൾ അത് അങ്ങനത്തെ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ്. പോയി കാണാൻ എല്ലാവരും. അതിൽ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, ഇഷ്ടപ്പെട്ട സിനിമയുടെ റെഫറൻസുകൾ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. മസ്റ്റ് വാച്ചിങ് തിയേറ്ററാണ്. ഈ പാട്ടൊക്കെ നമ്മളിപ്പോൾ ഇറങ്ങിയ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ടൊക്കെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടി ബാസും പരിപാടിയൊക്കെ ഇട്ടിട്ടാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൊള്ളാം. ഡാൻസും പരിപാടി ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും ഡാൻസ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ കിട്ടില്ലായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. ചില ഭാഗങ്ങളും അതുപോലെ ഇപ്പോൾ ലാലേട്ടൻ്റെ ഫൈറ്റ് പരിപാടികളുണ്ട്. അപ്പോൾ ഓവറായിട്ട് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പോസ് ആയി പോകും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ.